Hello everyone. So I am Abdul Razik. It's my second part. And how are you? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ സെക്കൻഡ് പാർട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹൗ ടു മേക്ക് ബാനർ. ഓക്കെ, അങ്ങനെ ബാനർ എഡിറ്റ് ചെയ്യാം. ബാനർ മേക്കറിൽ നിന്ന് ഹൗ ടു എഡിറ്റ് തംബ്നെയിൽ. ആദ്യം തംബ്നെയിൽ എഡിറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇതിലിടാം. YT സ്റ്റുഡിയോ ഒന്ന് നമുക്ക് കസ്റ്റമായിട്ട് ചെന്നിട്ട് നമുക്ക് ആഡ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ബാനർ മേക്കറിൽ നിന്ന് ഒരു തംബ്നെയിൽ ഉണ്ടാക്കാം അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവും. ബാനർ മേക്കറിൽ നിന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്, മിക്കതും ബാനർ മേക്കറിൽ നിന്നാണ്. പിന്നെ പിക്സാർട്ടും പിക്സൽ ലാബും എനിക്കൊന്ന് നോക്കണം, പക്ഷേ പിക്സൽ ലാബും പിക്സാർട്ടും പരിചയപ്പെടുത്തുന്നില്ല. ബാനർ മേക്കർ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ, മനസ്സിലാക്കി തരാം, നമുക്ക് മനസ്സിലാവുമെന്നും വിചാരിക്കണോ. അപ്പോൾ വീഡിയോയിലിട്ട് കിടക്കാം. എല്ലാവർക്കും സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ബാനർ മേക്കറിൽ നിന്ന് എങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കാമെന്നാണ്. എന്നിട്ട് ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മതി. ശരിക്കും ഇതാണ് ഫസ്റ്റ് പാർട്ട്, എന്നാലും ഒരു ഐഡിയ ഇട്ടില്ലേ. അപ്പോൾ ഫസ്റ്റ് ബാനർ മേക്കർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ബാനർ മേക്കർ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഫസ്റ്റ് വരും. ഫസ്റ്റ് പരസ്യമാണ് വരും, അപ്പോൾ സ്കിപ്പ് അടിക്കണം. അപ്പോൾ ഇതിൽ കുറേ ഇതൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. പക്ഷേ ഞാൻ കാറ്റഗറീസ് എടുത്തിട്ട് ഇതിൽ ക്രിയേറ്റ് യുവർ ഓൺ എന്ന് ക്ലിക്ക് ചെയ്ത് തംബ്നെയിൽ 6.9 എന്നുള്ളത് ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഇല്ല, എന്നാലും അത്യാവശ്യത്തിനുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജ് ആഡ് ചെയ്യാം. ഇമേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ ചൂസ് ചെയ്യാം. ഫോട്ടോ എടുക്കാൻ പോണു. ഓക്കെ, അപ്പോൾ അതാ ഒരു ഫോട്ടോ വേണമെങ്കിൽ നമുക്കിപ്പോൾ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് എടുക്കാം. ഈ ഫോട്ടോ ഇപ്പോൾ ശരിയല്ലെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം കൊണ്ട് എടുക്കാം. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ നമുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് സൈസ് ഇങ്ങനെ കൊടുത്ത്, എന്നിട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യുക, എഡിറ്റ് ചെയ്യുക. സൈസ് ഉണ്ട്, ക്രോപ്പ് ഉണ്ട്, പിന്നെ ലൈറ്റ് ഓപ്പോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ടോപ്പിൽ സേവിൻ്റെ തൊട്ടടിയിൽ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഓപ്ഷൻസ് തന്നെ വരും, ആദ്യം ഉണ്ടായ ഓപ്ഷൻസ് തന്നെ വരും. നമുക്ക് ആഡ് ടെക്സ്റ്റ് എടുക്കാം, എന്നിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. പാർട്ട് 2 ഹൗ ടു മേക്ക് തംബ്നെയിൽ ഓൺ ബാനർ മേക്കർ. അപ്പോൾ ഞാനിങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഇവിടെ നമുക്കിതിൻ്റെ ഇത് ഫോട്ടോ ചൂസ് ചെയ്ത പോലെ സൈസ് നമുക്ക് ഇതിൻ്റെ വലുതാക്കാവുന്നതാണ്. ഞാനിങ്ങനെയാണ് ചെയ്തത്. ഇങ്ങനെ കൊള്ളണ പോലെ. ഓക്കെ, അതുപോലെ നമുക്കിനി ഇതിൻ്റെ ഫോണ്ട് എഡിറ്റ് ചെയ്യാം. ഞാൻ ഒരു ഫോണ്ട് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ 3D ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും. ഓക്കെ,
നമുക്ക് കളർ ചൂസ് ചെയ്യാം കേട്ടോ. കളർ ചൂസ് ചെയ്യാം. കളർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. കളർ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. കളറ് ഞാനിപ്പോൾ ഇതാണ് കൊടുക്കുന്നത്. ഇനി ബാക്ക് അടിക്കാം. ഒന്നുകൂടെ ബാക്ക് അടിക്കാം. ഇനി നമുക്ക് എന്താണെങ്കിലും ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആർട്ടിസ്റ്റ് ടെക്സ്റ്റ് ആർട്ട് ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ ആകെ ജസ്റ്റ് ഒന്ന് ഇത് മാത്രം ബേസിക് മാത്രം നോക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് എഡിറ്റ് ചെയ്യാറ്, വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ സേവ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഒറിജിനൽ ക്ലിക്ക് ചെയ്താൽ ലോഡിങ് ആഡ് എന്ന് വരും. എന്നിട്ട് അത് ക്ലോസ് കൊടുക്കാം. അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇപ്പോൾ ഈ തംബ്നെയിൽ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് YT സ്റ്റുഡിയോ എന്ന് തംബ്നെയിൽ അപ്ലോഡ് ചെയ്യാമെന്ന്, തംബ്നെയിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഈ തംബ്നെയിലിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. തംബ്നെയിൽ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലത്തെ തംബ്നെയിൽ തന്നെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ.